നമസ്കാരം. കാന്തല്ലൂർ പഞ്ചായത്തിലെ കോവിൽക്കടവ് പത്തടിപ്പാലത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നീക്കം ശക്തം. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശിവൻരാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാർത്തിക് ആർ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി പ്രവീൺ എന്നിവർ പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ കണക്കായം ഉന്നതിയിലൂടെ കടന്നുപോകുന്ന നീർച്ചാലി സ്ഥാപിച്ചിട്ടുള്ള ഓസുകൾ വഴിയെത്തുന്ന വെള്ളമാണ് ഇവിടുത്തുകാർ ഉപയോഗിച്ചു വരുന്നത്. ഇതാവട്ടെ എല്ലാ വീട്ടുകാർക്കും ലഭിക്കുന്നില്ല. ഇവിടുത്തെ ഒരു വിഭാഗം വീട്ടുകാർ വീട്ടാവശ്യത്തിന് വൻ തുക നൽകി പുറമേ നിന്നും കുടിവെള്ളം വാങ്ങേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നും ഇത് ഏറെ ദുഃഖകരമായ സ്ഥിതിയാണെന്നും ഇത് പരിഹരിക്കേണ്ടത് അടിയന്തര ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശിവൻരാജ് പറഞ്ഞു. കോവിൽക്കടവിൽ കുറേ കാലമായിട്ട് കുടിവെള്ള ക്ഷാമമാണ്, വളരെ ബുദ്ധിമുട്ടിലാണുള്ളത്. ഇപ്പം പുതിയ ഭരണസമിതി വന്ന കാലഘട്ടത്തിൽ പത്തിരിപ്പാലത്ത് ഒന്ന് രണ്ട് വ്യക്തികൾ ഓസ് ഇടാൻ പാടില്ലെന്ന് പറഞ്ഞായിരുന്നു, കറുത്ത ഓസ്. അപ്പം ഓസ് കണക്കായത്തിൽ നിന്ന് ഇടാൻ വേണ്ടി പഞ്ചായത്ത് മെമ്പറോട് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഞാനും കൂടെ ആലോചിച്ചിട്ട് ഒരു 6-7 റോള് കറുത്ത കാട ഓസ് മേടിച്ച് കൊടുത്തിരുന്നു. അത് മോളി കണക്കായം പോകുന്ന വഴി മുതലാണ് ഇങ്ങോട്ട് ഇട്ടത്. അതിൽ ഒരു 10-15 കുടുംബക്കാർക്ക് ഒട്ടും വെള്ളമെന്ന് പറഞ്ഞപ്പോൾ ഇട്ട് കൊടുത്തതാണ്. അപ്പം ആ ഓസ് ഇപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ രാത്രി കാലങ്ങളിൽ ചില ആൾക്കാർ പോയിട്ട് ആ ഓസ് വെട്ടിമുറിക്കുകയും ഓസ് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയുള്ള പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് വന്ന് കണ്ടപ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടാണ്, വളരെ സങ്കടം തോന്നുന്നുണ്ട്. പത്തിരിപ്പാലത്തെ സംബന്ധിച്ചിട്ട് ഇത്ര കാലമായിട്ടും കുടിവെള്ളത്തിൻ്റെ ഒരു, പത്തിരിപ്പാലം മാത്രമല്ല, ഈ 14-ാം വാർഡിൽ കുടിവെള്ളത്തിൻ്റെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് വിഷമമുണ്ട്. വേനൽക്കാലത്ത് വെള്ളം കുറയുന്ന ഒരു സ്ഥിതിയിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഈ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത്, ഈ പത്തിരിപ്പുറത്തിൻ്റെ തൊട്ടടുത്ത് ഒരു കിണറുണ്ട്, പഞ്ചായത്തിൻ്റെ കിണർ, ശുദ്ധമായ വെള്ളമാണ്. അത് എല്ലാവർക്കും ഈ അവിടെ നിന്ന് പാത്രത്തിൽ കോരി കൊണ്ടുപോകാൻ ചില ബുദ്ധിമുട്ടാണ്. കുടിവെള്ളത്തിൻ്റെ ക്ഷാമം കോഴിക്കോട് നിൽക്കുന്നുണ്ട്. ഏതായാലും പഞ്ചായത്തിൽ പല സ്ഥലത്തും പല ഗ്രാമങ്ങളിലും ഇതുപോലെ ക്ഷാമം നിൽക്കുന്നുണ്ട്. ഏതായാലും ഈ അവസ്ഥയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.